ഹേമ ബൈബിൾ ക്വിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം 12 ബൈബിൾ ക്വിസ്. പെസഹയ്ക്ക് 6 ദിവസം മുമ്പേ യേശു എവിടെ വന്നു? ബെഥാന്യയിലേക്ക്. യഹൂദ്യയിലെ ബെഥാന്യയിൽ ആരാണ് താമസിച്ചിരുന്നത്? യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസർ. അവിടെ അവർ അവന് എന്ത് ഒരുക്കി? ഒരു അത്താഴം ഒരുക്കി. അവർ ലാസറിന്റെ വീട്ടിലായിരുന്നപ്പോൾ ആരാണ് യേശുവിന് ശുശ്രൂഷ ചെയ്തത്? മാർത്ത. യേശുവിനോടുകൂടെ പന്തിയിൽ ഇരുന്നവരിൽ ഒരുവൻ ആരായിരുന്നു? ലാസർ. യേശു ലാസറിന്റെ വീട്ടിൽ അത്താഴത്തിന് ഇരുന്നപ്പോൾ മറിയ എന്താണ് ചെയ്തത്? മറിയ വിലയേറിയ സ്വച്ഛജടമാംസി തൈലം ഒരു റാത്തലെടുത്ത് യേശുവിന്റെ കാലിൽ പൂശി തന്റെ തലമുടി കൊണ്ട് കാൽ തുവർത്തി. മറിയ യേശുവിന്റെ കാലിൽ തൈലം പൂശിയതിനെ ആരാണ് എതിർത്തത്? അവന്റെ ശിഷ്യന്മാരിൽ ഒരുത്തനായി അവനെ കാണിച്ചു കൊടുക്കാനുള്ള യൂദ ഇസ്കര്യോത്താവ്. യൂദ ഇസ്കര്യോത്താവ് പറഞ്ഞതെന്ത്? ഈ തൈലം 300 വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കാഞ്ഞത് എന്ത്? യേശുവിന്റെ കാലിൽ മറിയ തൈലം പൂശിയതിനെ യൂദ ഇസ്കര്യോത്താവ് എതിർത്തത് എന്തുകൊണ്ട്? അവൻ കള്ളൻ ആകൊണ്ടും പണസഞ്ചി തന്റെ പക്കലാകയാൽ അതിൽ ഇട്ടത് എടുത്തു വന്നതുകൊണ്ടും. മറിയ തന്റെ കാലിൽ സുഗന്ധതൈലം ഒഴിച്ച പ്രവൃത്തിയെ ന്യായീകരിച്ച യേശു എന്താണ് പറഞ്ഞത്? അവളെ വിടുക, എന്റെ ശവസംസ്കാര ദിവസത്തിനായി അവൾ ഇത് സൂക്ഷിച്ചു എന്നിരിക്കട്ടെ. ആര് എപ്പോഴും നിങ്ങൾക്ക് എല്ലായ്പ്പോഴും അടുക്കെ ഉണ്ടല്ലോ എന്നാണ് യേശു പറഞ്ഞത്? ദരിദ്രർ. യഹൂദന്മാരുടെ ഒരു വലിയ പുരുഷാരം ലാസർ പാർത്ത ബെഥാന്യയിൽ വന്നതെന്തിന്? യേശുവിന്റെ നിമിത്തം മാത്രമല്ല, അവൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസറെ കാണുവാനായിട്ടും കൂടെ. ലാസറെയും കൊല്ലണം എന്ന് മഹാപുരോഹിതന്മാർ ആലോചിച്ചത് എന്തുകൊണ്ടാണ്? ലാസർ ഹേതുവായി അനേകം യഹൂദന്മാർ ചെന്ന് യേശുവിൽ വിശ്വസിക്കയാൽ. യേശു യെരുശലേമിലേക്ക് വരുന്നു എന്ന് കേട്ടിട്ട് പെരുന്നാൾക്ക് വന്ന ഒരു വലിയ പുരുഷാരം എങ്ങനെയാണ് അവനെ എതിരേറ്റത്? ഈത്തപ്പനയുടെ കുരുത്തോല എടുത്തുകൊണ്ട് അവനെ എതിരേറ്റു. പിറ്റേന്ന് പെരുന്നാൾക്ക് വന്ന ഒരു വലിയ പുരുഷാരം ഈത്തപ്പനയുടെ കുരുത്തോല എടുത്തുകൊണ്ട് എന്താണ് ആർത്തത്? ഹോശന്ന, ഇസ്രയേലിന്റെ രാജാവായി കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ എന്ന് ആർത്തു. യേശു ഒരു ചെറിയ കഴുതയെ കണ്ടിട്ട് എന്തു ചെയ്തു? അതിന്മേൽ കയറി. യേശു ഒരു ചെറിയ കഴുതയെ കണ്ടിട്ട് അതിന്മേൽ കയറിയപ്പോൾ തിരുവെഴുത്തിൽ എന്ത് എഴുതിയിരിക്കുന്ന ഭാഗമാണ് നിവർത്തിച്ചത്?
സിയോൻ പുത്രി ഭയപ്പെടേണ്ട, ഇതാ നിന്റെ രാജാവ് കഴുതക്കുട്ടിപ്പുറത്ത് കയറി വരുന്നു എന്ന് എഴുതിയിരിക്കുന്നത്. പഴയ നിയമത്തിൽ എവിടെയാണ് സിയോൻ പുത്രി ഭയപ്പെടേണ്ട, ഇതാ നിന്റെ രാജാവ് കഴുതക്കുട്ടിപ്പുറത്ത് കയറി വരുന്നു എന്ന് എഴുതിയിരിക്കുന്നത്? സെഖരിയാവ് 9-ാം അധ്യായം 9-ാം വാക്യം. യേശുവിനെ കുറിച്ച് ഇങ്ങനെ എഴുതിയിരിക്കുന്നുവെന്നും തങ്ങൾ അവനെ ഇങ്ങനെ ചെയ്തുവെന്നും എപ്പോഴാണ് ശിഷ്യന്മാർക്ക് ഓർമ്മ വന്നത്? യേശുവിന് തേജസ്കരണം വന്ന ശേഷം. യേശു യെരുശലേമിൽ പ്രവേശിച്ചപ്പോൾ യേശുവിന് സാക്ഷ്യം പറഞ്ഞത് ആരാണ്? ലാസറെ കല്ലറയിൽ നിന്ന് വിളിച്ച് മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ചപ്പോൾ അവനോടുകൂടെ ഉണ്ടായിരുന്ന പുരുഷാരം. ആരാണ് യെരുശലേമിൽ നിന്ന് യേശുവിനെ എതിരേറ്റ് ചെന്നത്? ലാസറെ കല്ലറയിൽ നിന്ന് വിളിച്ച് മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ച പ്രകാരം പുരുഷാരം കേട്ടിട്ട്. യേശു യെരുശലേമിൽ പ്രവേശിച്ചപ്പോൾ പരീശന്മാർ എന്തിനെക്കുറിച്ചാണ് തമ്മിൽ പറഞ്ഞത്? നമുക്കൊന്നും സാധിക്കുന്നില്ലല്ലോ, ലോകം അവന്റെ പിന്നാലെ ആയിപ്പോയി എന്ന് പറഞ്ഞു. പെരുന്നാളിൽ നമസ്കരിപ്പാൻ വന്നവരിൽ യേശുവിനെ കാണുവാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞ് ഫിലിപ്പോസിന്റെ അടുക്കൽ ചെന്നത് ആരാണ്? പെരുന്നാളിൽ നമസ്കരിപ്പാൻ വന്ന ചില യവനന്മാർ. യേശുവിനെ കാണുവാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞ യവനന്മാരെ കുറിച്ച് ഫിലിപ്പോസ് ആരോട് പറഞ്ഞു? അന്ത്രയോസിനോട് പറഞ്ഞു. പെരുന്നാളിൽ നമസ്കരിപ്പാൻ വന്ന ചില യവനന്മാർക്ക് യേശുവിനെ കാണുവാൻ താല്പര്യമുണ്ട് എന്ന് ആരാണ് യേശുവിനോട് പറഞ്ഞത്? ഫിലിപ്പോസും അന്ത്രയോസും കൂടെ. പെരുന്നാളിൽ നമസ്കരിപ്പാൻ വന്ന ചില യവനന്മാർക്ക് യേശുവിനെ കാണുവാൻ താല്പര്യമുണ്ട് എന്ന് ഫിലിപ്പോസും അന്ത്രയോസും യേശുവിനെ അറിയിച്ചപ്പോൾ യേശു അവരോട് ഉത്തരം പറഞ്ഞതെന്ത്? മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. യേശു തന്റെ തേജസ്കരണത്തെ കുറിച്ച് സംസാരിക്കാൻ ഏത് ഉദാഹരണമാണ് ഉപയോഗിച്ചത്? ഗോതമ്പ് മണി. ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് എങ്ങനെ ഇരിക്കും? ചത്തു എങ്കിൽ എന്തുണ്ടാകും? ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കും, ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. തന്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ എന്തു ചെയ്യും എന്ന് യേശു പറഞ്ഞു. തന്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും. ആരാണ് തന്റെ ജീവനെ നിത്യജീവനായി സൂക്ഷിക്കുക? ഇഹലോകത്തിൽ തന്റെ ജീവനെ പകയ്ക്കുന്നവൻ. പിതാവ് ആരെ മാനിക്കുമെന്ന് യേശു പറഞ്ഞു? യേശുവിനെ ശുശ്രൂഷ ചെയ്യുന്നവനെ. യേശുവിനെ ശുശ്രൂഷ ചെയ്യുന്നവൻ എന്തു ചെയ്യണം? യേശുവിനെ അനുഗമിക്കണം. യേശുവിനെ ശുശ്രൂഷ ചെയ്യുന്നവന് ലഭിക്കുന്ന ഏറ്റവും വലിയ പ്രതിഫലം എന്താണ്? യേശു ഇരിക്കുന്നിടത്ത് യേശുവിന്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും. യേശുവിന്റെ ഉള്ളം കലങ്ങിയപ്പോൾ പിതാവിനോട് അവൻ എന്താണ് പ്രാർത്ഥിച്ചത്? പിതാവേ, ഈ നാഴികയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ, എങ്കിലും ഇത് നിമിത്തം, അതായത് ലോകം വീണ്ടെടുക്കപ്പെടാൻ വേണ്ടി
ഞാൻ ഈ നാഴികയിലേക്ക് വന്നിരിക്കുന്നു. പിതാവേ, നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ എന്ന് യേശു പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗത്തിൽ നിന്ന് എന്ത് ശബ്ദം ഉണ്ടായി? ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തും. യേശു പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഉണ്ടായ ശബ്ദം കേട്ടിട്ട് അരികെ നിൽക്കുന്ന പുരുഷാരം എന്തുണ്ടായി എന്ന് പറഞ്ഞു. ഇടി ഉണ്ടായി എന്ന് പറഞ്ഞു. സ്വർഗത്തിൽ നിന്നുണ്ടായ ശബ്ദം യേശുവിന്റെ നിമിത്തമല്ല, ആരുടെ നിമിത്തമാണ് ഉണ്ടായത് എന്ന് യേശു വ്യക്തമാക്കുന്നു. പുരുഷാരം നിമിത്തം. സ്വർഗത്തിൽ നിന്നുള്ള ശബ്ദം കേട്ടതിന് ശേഷം ഇപ്പോൾ ആരെ പുറത്ത് തള്ളിക്കളയും എന്നാണ് യേശു പറഞ്ഞത്? ലോകത്തിന്റെ പ്രഭുവിനെ. ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ താൻ എന്ത് ചെയ്യുമെന്നാണ് യേശു പറഞ്ഞത്? എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും. ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാ മനുഷ്യരെയും തന്നിലേക്ക് ആകർഷിക്കുമെന്ന് യേശു പറഞ്ഞു. എന്തുകൊണ്ടാണ് അവൻ അങ്ങനെ പറഞ്ഞത്? ഇത് താൻ മരിപ്പാനുള്ള മരണവിധം സൂചിപ്പിച്ച് പറഞ്ഞതത്രേ. മനുഷ്യപുത്രൻ ഉയർത്തപ്പെടുമെന്ന് യേശു പറഞ്ഞപ്പോൾ പുരുഷാരം എന്ത് തർക്കമാണ് ഉന്നയിച്ചത്? ക്രിസ്തു എന്നേക്കും ഇരിക്കും എന്ന് ഞങ്ങൾ ന്യായപ്രമാണത്തിൽ വായിച്ചു കേട്ടിരിക്കുന്നു. പിന്നെ മനുഷ്യപുത്രൻ ഉയർത്തപ്പെടേണ്ടതെന്ന് നീ പറയുന്നത് എങ്ങനെ? ആരാണ് ഈ മനുഷ്യപുത്രൻ ആര് എന്ന് യേശുവിനോട് ചോദിച്ചത്? പുരുഷാരം. ഇരുൾ നിങ്ങളെ പിടിക്കാതിരിക്കാൻ നിങ്ങൾക്ക് വെളിച്ചമുള്ളയിടത്തോളം നിങ്ങൾ എന്തു ചെയ്യാനാണ് യേശു ആവശ്യപ്പെട്ടത്? നിങ്ങൾക്ക് വെളിച്ചം ഉള്ളയിടത്തോളം നടന്നുകൊള്ളുവീൻ. യേശു അവരോട് വെളിച്ചത്തിൽ വിശ്വസിപ്പീൻ എന്ന് പറഞ്ഞത് അവർ എന്താകേണ്ടതിനാണ്? അവർ വെളിച്ചത്തിന്റെ മക്കൾ ആകേണ്ടതിന്. ഇത് സംസാരിച്ചിട്ട് യേശു വാങ്ങിപ്പോയി എവിടെ പോയി മറഞ്ഞു? അവരെ വിട്ട് മറഞ്ഞു. യേശു അവർ കാണെ ഇത്ര വളരെ അടയാളങ്ങളെ ചെയ്തിട്ടും അവർ എന്തു ചെയ്തില്ല? അവർ അവനിൽ വിശ്വസിച്ചില്ല. കർത്താവെ, ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പ്രവചിച്ച പ്രവാചകൻ ആര്? യെശയ്യാവ്. അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അതിന്റെ കാരണം യെശയ്യാവ് വേറെ ഒരിടത്ത് പറയുന്നത് എന്താണ്? അവർ കണ്ണുകൊണ്ട് കാണുകയോ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയോ മനം തിരികയോ താൻ അവരെ സൗഖ്യമാക്കുകയോ ചെയ്യാതിരിക്കേണ്ടതിന് അവരുടെ കണ്ണ് അവൻ കുരുടാക്കി ഹൃദയം തടിപ്പിച്ചിരിക്കുന്നു. യേശുവിന്റെ തേജസ് കണ്ട് അവനെക്കുറിച്ച് സംസാരിച്ച പഴയ നിയമ പ്രവാചകൻ ആര്? യെശയ്യാവ്. പ്രമാണികളിൽ തന്നെയും അനേകർ യേശുവിൽ വിശ്വസിച്ചിട്ടും എന്ത് കാരണത്താലാണ് അവർ അത് ഏറ്റുപറയാതിരുന്നത്? പള്ളിഭ്രഷ്ടർ ആകാതിരിപ്പാൻ,
പരീശന്മാർ നിമിത്തം. ദൈവത്താലുള്ള മാനത്തേക്കാൾ മനുഷ്യരാലുള്ള മാനത്തെ അധികം സ്നേഹിച്ചവർ ആരാണ്? യേശുവിൽ വിശ്വസിച്ച പ്രമാണികൾ. എന്നിൽ വിശ്വസിക്കുന്നവൻ എന്നിലല്ല, യഥാർത്ഥത്തിൽ ആരിൽ വിശ്വസിക്കുന്നവനാണ് എന്ന് യേശു വ്യക്തമാക്കുന്നു. എന്നെ അയച്ചവനിൽ തന്നെ വിശ്വസിക്കുന്നു. തന്നെ കാണുന്നവൻ ആരെയാണ് കാണുന്നത് എന്ന് യേശു വ്യക്തമാക്കുന്നു. തന്നെ അയച്ചവനെ കാണുന്നു. തന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഇരുളിൽ വസിക്കാതിരിപ്പാൻ താൻ ലോകത്തിലേക്ക് എന്തായി വന്നു എന്ന് യേശു പറയുന്നു. വെളിച്ചമായി ലോകത്തിൽ വന്നിരിക്കുന്നു. എന്റെ വചനം കേട്ട് പ്രമാണിക്കാത്തവനെ ഞാൻ വിധിക്കുന്നില്ല എന്ന് യേശു പറയുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ ലോകത്തെ വിധിപ്പാനല്ല, ലോകത്തെ രക്ഷിപ്പാനത്രേ വന്നിരിക്കുന്നത്. യേശുവിന്റെ വചനം കൈക്കൊള്ളാതെ യേശുവിനെ തള്ളിക്കളയുന്നവനെ ഒടുക്കത്തെ നാളിൽ ന്യായം വിധിക്കുന്നവൻ ആരാണ്? യേശു സംസാരിച്ച വചനം. യേശു സ്വയമായി സംസാരിച്ചിട്ടില്ല. താൻ ഇന്നത് പറയണമെന്നും ഇന്നത് സംസാരിക്കണമെന്നും തനിക്ക് കൽപ്പന തന്നിരിക്കുന്നത് ആരാണെന്ന് പറയുന്നു. തന്നെ അയച്ച പിതാവ്. പിതാവിന്റെ കൽപ്പന എന്ത് എന്ന് ഞാൻ അറിയുന്നു എന്നാണ് യേശു പറയുന്നത്. നിത്യജീവൻ ആണെന്ന് താൻ അറിയുന്നു. പിതാവിന്റെ കൽപ്പന യേശു എങ്ങനെയാണ് സംസാരിക്കുന്നത്? പിതാവ് തന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംസാരിക്കുന്നു. ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇവിടെ അവസാനിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക.